നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ PSC വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സിട്രസ് ഗ്രീനിങ് ഈസ് കോസ്ഡ് ബൈ, ആരാണ് ഉണ്ടാക്കുന്നത്? കാൻഡിഡേറ്റ് സ്ലിപ്പറി ബാക്ടർ. കാൻഡിഡേറ്റ് സ്ലിപ്പറി ബാക്ടർ ഏഷ്യാറ്റിക്കസ് ആൻഡ് കാൻഡിഡേറ്റ് സ്ലിപ്പറി ബാക്ടർ ആഫ്രിക്കാനസ്. ഇതേ എക്സാമ്പിൾ തന്നെയായിരുന്നു കേട്ടോ. എന്താ പറയാ, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾട്ടർ ചെയ്തൊന്നല്ല, രണ്ടും ഓർഗാനിസത്തിന്റെ പേരും ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ഡി സാന്തോമോണസ് സിട്രി ഏത് ഡിസീസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്? സിട്രസ് കാൻകർ ഉണ്ടാക്കുന്ന ആളായിരിക്കും അല്ലെ. തേർഡ് വൺ സൈലല്ല ഫാസ്റ്റിഡിയോസ, എവിടെയെങ്കിലും കേട്ടതായിട്ട് തോന്നുന്നുണ്ടോ? സൈലം ഇൻഹാബിറ്റിംഗ് ആയിട്ടുള്ള ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയ ആണ് സൈലല്ല ഫാസ്റ്റിഡിയോസ. അതുണ്ടാക്കുന്ന ഡിസീസസ്, പല ഡിസീസസ് ഉണ്ടായിരുന്നു. ഗ്രേപ്സില് പിയേഴ്സ് ഡിസീസ് അല്ലെ, പിന്നെ ഏതായിരുന്നു? ആൽമണ്ടില് ലീസ്കോർച്ച്, ഫോണി പീച്ച് ഡിസീസ് അല്ലെ, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വൺ ലൈസോണിയ സൈലി സബ്സ്പീഷീസ് സൈലി, അത് ഏത് ഡിസീസ് ഉണ്ടാക്കുന്നത്? അപ്പൊ ഈ 4 ഓപ്ഷൻസും ഞാൻ ഇട്ടതല്ല, ആ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഓരോ ഓർഗാനിസം വെറുതെ ഇട്ട് പോയതല്ല. ഇതിൽ 3 എണ്ണം എന്താണ് ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആളാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആ എക്സാമ്പിൾസ് വിത്ത് ടേബിൾ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഡിസീസസ് കോസ്ഡ് ബൈ ഫാസ്റ്റിഡിയസ് ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ബാക്ടീരിയ. കഴിഞ്ഞ PSC എക്സാം എനിക്ക് തോന്നുന്നു ഫാർമസിസ്റ്റന്റിനെ തോന്നുന്നു, അതിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അന്ന് ചിലരൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും, കറക്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കി. ഏതാണ് ആൻസർ? ഫാസ്റ്റിഡിയസ് ബാക്ടീരിയ ഏതാ? സിട്രസ് ഗ്രീനിങ് ആൻഡ് ബെഞ്ചിറ്റോപ്ലസ് പപ്പായ. സോറി, ഞാനത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. ബി തന്നെ കേട്ടോ ആൻസർ. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? പിയേഴ്സ് ഡിസീസ് ഓഫ് ഗ്രേപ്പ്, സിട്രസ് വേരിഗേറ്റഡ് ക്ലോറോസിസ്. നിങ്ങൾക്ക് ടേബിൾ കണ്ടാൽ മനസ്സിലാവും അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? പിയേഴ്സ് ഡിസീസ് ഓഫ് ഗ്രേപ്പ്. ലാസ്റ്റ് ഓപ്ഷൻ സിട്രസ് വേരിഗേഷൻ ക്ലോറോസിസ്. അത് ആരാ ഉണ്ടാക്കുന്നത്? സൈലം ഇൻഹാബിറ്റിംഗ് ആയിട്ടുള്ള ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ സിട്രസ് ഗ്രീനിങ്ങും പപ്പായയിലെ ബഞ്ചിടോപ്പും, അത് ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ആയിട്ടുള്ള ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയ. തേർഡ് വൺ ആസ്റ്റർ യെല്ലോസ് ലീതൽ യെല്ലോയി, ഇത് രണ്ടും ഫൈറ്റോപ്ലാസ്മ ഉണ്ടാക്കുന്ന ഡിസീസ് ആട്ടോ. നമ്മൾ പിന്നെ അടുത്തതിന്റെ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ പറയും. സീനിൽ വരുന്ന രണ്ടുപേരും ഫൈറ്റോപ്ലാസ്മയാണ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് വൺ സിട്രസ് ടബോണും കോൺസ്റ്റന്റും, അത് രണ്ടും സ്പൈറോപ്ലാസ്മ ഉണ്ടാക്കുന്ന ഡിസീസസ് ആണ്. അപ്പൊ 4 എണ്ണത്തിന്റെയും എക്സാമ്പിൾസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ കുത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് വൺ. അപ്പൊ ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയ ക്ലിയർ ആയില്ലേ? സെൽ വോൾ ഇല്ലാത്ത നോർമൽ ബാക്ടീരിയ. ഇവരൊക്കെ ചെയ്യുന്നത് ഏതിലാ? ക്ലാവിബാക്ടർ ഒഴികെ, ഐ മീൻ ലൈസോണിയ സൈലി സബ്സ്പീഷീസ് സൈലി ഒഴികെ ബാക്കിയൊക്കെ ഗ്രാം നെഗറ്റീവ് ആയിരുന്നു അല്ലെ. ഇത്രയും ഗ്രാം നെഗറ്റീവ് ആയവരൊക്കെ ഏത് ഗ്രൂപ്പിലായിരുന്നു വന്നത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ വരുന്ന ഡിവിഷൻ ഏതാ? ഗ്രാം നെഗറ്റീവ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രാസിലിക്യൂട്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഗ്രാസിലിക്യൂട്സ് ആയിരുന്നു അല്ലെ. അപ്പൊ ലൈസോണിയ സൈലി സബ്സ്പീഷീസ് സൈലി ഒഴികെ ബാക്കി എല്ലാ ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയയും നമ്മുടെ സാധാരണ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ പോലെ തന്നെ ഗ്രാസിലിക്യൂട്സിലായിരുന്നു വന്നിരുന്നത്. ലൈസോണിയ സൈലി സബ്സ്പീഷീസ് സൈലി ഗ്രാം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയന്റെ കൂടെ ഫെർമിക്യൂട്സിലായിരുന്നു വന്നിരുന്നത് അല്ലെ. ഇനി ഫെർമിക്യൂട്സും ഗ്രാസിലിക്യൂട്സും അല്ലാത്ത മൂന്നാമത്തെ ഗ്രൂപ്പ് ഏതായിരുന്നു? മോളിക്യൂട്സ്. ഇത് ടെനറിക്യൂട്സ്. ഡിവിഷന്റെ പേര് ടെനറിക്യൂട്സ് ആണ്, ക്ലാസിന്റെ പേരാണ് മോളിക്യൂട്സ്. ഓക്കെ, അപ്പൊ ആ മോളിക്യൂട്സിലാണ് നമ്മുടെ വോൾലെസ് ബാക്ടീരിയ വരുന്നത്. ബാക്ടീരിയ ആണ്, പക്ഷെ സെൽ വോൾ ഇല്ല. അവരെ തന്നെ വിളിക്കുന്ന മറ്റു പേരാണ് മൈക്കോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസംസ് എന്ന് അവരെ വിളിക്കും. റിക്കറ്റ്സിയ ലൈക്ക് ഓർഗാനിസം ഏത് ഗ്രൂപ്പായിരുന്നു? ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയനെയാണ് നമ്മൾ റിക്കറ്റ്സിയ ലൈക്ക് ഓർഗാനിസം RLOs എന്ന് വിളിച്ചിരുന്നത്. ഇവരെന്താ വിളിക്കുക നമ്മൾ? MLOs ഓർ മോളിക്യൂട്സ് ഓർ മൈക്കോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസംസ് വിളിക്കും. അതിൽ ആദ്യത്തെ ആളാണ് ഫൈറ്റോപ്ലാസ്മ. ഫൈറ്റോ പ്ലാന്റ്സിനെ ഇതാക്കുന്ന കേട്ടോ, ഫൈറ്റോപ്ലാസ്മ. ഇവരെന്താ? അപ്പൊ ഇവരെന്താ സാധാരണത്തെ പോലെ വോൾലെസ്, സെൽ വോൾ ഇല്ലാത്ത പ്രൊക്കാരിയോട്സ് ആണ്. സെൽ വോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവർക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അസ്യൂം ചെയ്യാൻ പറ്റും അല്ലെ. ഒരു പെർട്ടിക്കുലർ സെല്ലിന് ഒരു ഷേപ്പ് കൊടുക്കുന്നത് അതിന്റെ സെൽ വോൾ അല്ലേ. അപ്പൊ ഇവർക്ക് എന്തായിരിക്കും? പെർട്ടിക്കുലർ ഷേപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഏത് ഷേപ്പ് വേണമെങ്കിലും അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ
പ്ലിയോമോർഫിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരെന്താണ്? പ്ലിയോമോർഫിക് ആണ്. തേർഡ് വൺ ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ആണ്. ഓക്കെ, ഫൈറ്റോപ്ലാസ്മേന്റെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ ആൾക്കാരും ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ആയിരിക്കും. പിന്നെ ഒരു പ്രത്യേകത ആർട്ടിഫിഷ്യലി കൾച്ചർ ചെയ്യാൻ പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഫൈറ്റോപ്ലാസ്മ ഓർഗാനിസത്തിന് നമുക്ക് ആർട്ടിഫിഷ്യലി ഒരു മീഡിയ ഒന്നും യൂസ് ചെയ്ത് അങ്ങനെ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സും ആണ്. ഓക്കെ, അങ്ങനെ സാധാരണഗതിയിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആയ ആൾക്കാരെയാണ് കൾച്ചർ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറ്. ഓക്കെ, പിന്നെ സെൻസിറ്റീവ് ടു ടെട്രാസൈക്ലിൻ ആൻഡ് ക്ലോറാംഫെനിക്കോൾ ബട്ട് റെസിസ്റ്റന്റ് ടു പെനിസിലിൻ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ സാധാരണ ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താ പറയാറ്? ആന്റിബയോട്ടിക്സ് ആണ് പറയാറ്. പക്ഷെ ഓരോ ആന്റിബയോട്ടിക്കിനും ഓരോ മോഡ് ഓഫ് ആക്ഷൻ ആയിരിക്കും. നമുക്ക് സ്ഥിരമായിട്ട് കേട്ട് പരിചയമുള്ള പെനിസിലിൻ, ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിന്റെ മോഡ് ഓഫ് ആക്ഷൻ അതിന്റെ സെൽ വോളിലാണ്. ഓക്കെ, സെൽ വോളിൽ മോഡ് ഓഫ് ആക്ഷൻ ഉണ്ട് പെനിസിലിന്. ഈ ബാക്ടീരിയക്ക് ആണെങ്കിൽ സെൽ വോളേ ഇല്ല. അപ്പൊ അവര് ഇതിനോട് സെൻസിറ്റീവ് ആയിരിക്കുമോ? അല്ല. അപ്പൊ അതുകൊണ്ട് പെനിസിലിനോട് ഇത് സെൻസിറ്റിവിറ്റി കാണിക്കില്ല. പക്ഷെ ബാക്കി ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ പോലുള്ള ആന്റിബയോട്ടിക്സിനോട് ഇവര് സെൻസിറ്റിവിറ്റി കാണിക്കും. കാരണം അവർ സെൽ വോളിലല്ല ആക്ട് ചെയ്യുന്നത്, അവരുടെ പ്രോട്ടീൻ സിന്തസിസിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. പെനിസിലിൻ സെൽ വോളിലാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് സെൽ വോൾ ഇല്ലാത്ത ഇവർക്ക് അതിൽ വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോണില്ല. പക്ഷെ ടെട്രാസൈക്ലിനും ക്ലോറാംഫെനിക്കോളും കൊടുത്താൽ മാനേജ് ചെയ്യാൻ പറ്റും. ട്രാൻസ്മിഷൻ കൂടുതലും ഒരുപാട് വെക്ടേഴ്സ് നമ്മൾ പറയുമെങ്കിലും അതിലൊരു 90% ലീഫ് ഹോപ്പേഴ്സ് അല്ലെങ്കിൽ പ്ലാൻ ഹോപ്പേഴ്സ് ആയിരിക്കും. ഡയറക്ട്ലി ഫ്ലോയത്തിൽ നിന്ന് സാപ്പ് സക്ക് ചെയ്യുന്ന ഇൻസെക്ട്സ് ആയിരിക്കും ഇവരെ ട്രാൻസ്മിറ്റ് ചെയ്യുക. കാരണം ഇവര് എവിടെയായിരിക്കും ഉണ്ടാവുക? ഫ്ലോയത്തിലായിരിക്കും കൂടുതലായിട്ട് കാണും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു ഗ്രാഫ്റ്റ് വഴിയും എന്താവും? ട്രാൻസ്മിറ്റ് ചെയ്യും. നമുക്കറിയാം അല്ലെ, ഫ്ലോയം വഴിയുള്ള ഒരു കണക്ഷൻ അല്ലേ നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആൻഡ് സയമുള്ള വരുത്തുന്നത്. അപ്പോഴും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ പറയാണ്. ഏതാണെന്ന് നോക്കാൻ പറ്റുമോ? വോൾ പ്രൊക്കാരിയോട്ട്. പ്രൊക്കാരിയോട്ട് ആണ്, സെൽ വോൾ ഉണ്ട്. സെക്കൻഡ് വൺ കോംപ്ലക്സ് ന്യൂട്രീഷൻ ആവശ്യമുണ്ട്. തേർഡ് വൺ ഒന്നെങ്കിൽ സൈലത്തിൽ കാണും അല്ലെങ്കിൽ ഫ്ലോയത്തിൽ കാണും. ഇത് ഏതാ ഓർഗാനിസം? ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയ. വാസ്കുലർ ബാക്ടീരിയ. അപ്പൊ നിങ്ങൾക്ക് അതെന്താന്ന് മനസ്സിലായി അല്ലേ? ഇനി മൈക്കോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസംസ് കോൺസ്റ്റന്റ്ലി പ്രസന്റ് ഇൻ ഫ്ലോയം ഓഫ് പ്ലാന്റ്സ്. വേർഡ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ SRF വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു. ആൻസർ ഡോയ് ആണ് കേട്ടോ. ഡോയ് ആൻഡ് കോവർക്കേഴ്സ് ആണ് ആദ്യമായിട്ട് മൈക്കോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസത്തിനെ ഡിസ്കവർ ചെയ്യുന്നത്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. പ്ലിയോമോർഫിക് ക്യാരക്ടർ ക്യാൻ ബി ഫൗണ്ട് ഇൻ. എന്തായിരുന്നു പ്ലിയോമോർഫിക്? ഞാൻ പറഞ്ഞു അല്ലെ, സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു നേച്ചറിനെയാണ് നമ്മൾ പ്ലിയോമോർഫിക് എന്ന് പറയുന്നത്. കൂടുതൽ ആർക്കാണ് അത് ഉണ്ടാവുക? മൈക്കോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസം. മൈക്കോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസത്തിനായിരിക്കും ഉണ്ടായി. ഇപ്പൊ ഫൈറ്റോപ്ലാസ്മയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോ നമ്മൾ നേരത്തെ കണ്ട ലീതൽ യെല്ലോയിങ്ങും അതൊക്കെ ഇതിൽ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? ആക്ച്വലി ആസ്റ്റർ യെല്ലോസും ലീതൽ യെല്ലോയിങ്ങും അതൊക്കെയായിരുന്നു ആ ഓപ്ഷനിലും ഫൈറ്റോപ്ലാസ്മ ഉണ്ടാക്കുന്ന PSC ക്വസ്റ്റ്യനിൽ വന്നത്. ഇവരൊക്കെ എന്താണ്? ഫൈറ്റോപ്ലാസ്മയാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ ആൾക്കാരും ലീഫ് ഹോപ്പേഴ്സ് ആട്ടോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിൽ വ്യത്യാസമുള്ളത് കോക്കനട്ടിലെ റൂട്ട് വിൽറ്റ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒന്ന് ഒരു ലേസ് വിങ് ബഗും പിന്നെ ഒരു പ്ലാൻ ഹോപ്പർ പ്രൊട്ടിസ്റ്റ മൊയസ്റ്റ ആൻഡ് സ്റ്റെഫാനിറ്റിസ് ടിപ്പിക്ക. ഇപ്പൊ റൂട്ട് വിൽറ്റിൽ ഒരു വ്യത്യാസമുണ്ട്. അതേപോലെ കോക്കനട്ടിലെ ലീതൽ യെല്ലോയിങ് അതും ഒരു പ്ലാൻ ഹോപ്പർ ആണ്. കൂടുതലും ലീഫ് ഹോപ്പർ അല്ലെങ്കിൽ പ്ലാൻ ഹോപ്പർ ടൈപ്പ് ഓഫ് ഓർഗാനിസം ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ടേബിളും പഠിക്കുക. പിന്നെ ചിലതിന്റെങ്കിലും സയന്റിഫിക് നെയിം പഠിക്കുക കേട്ടോ. ഫോർ എക്സാമ്പിൾ ബ്രിഞ്ചോളിലെ ലിറ്റിൽ ലീഫ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹിഷിമോണാസ് ഫൈസിറ്റിസ്. അത് നിങ്ങൾ പഠിക്കണേ, കാരണം എപ്പോഴും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സയന്റിഫിക് നെയിമാണ്. അതേപോലെ സിസാമത്തിലെ ഫില്ലോഡി ഒറോഷ്യസ് ആൽബിസിൻറ്റസ്. റൈസിലെ യെല്ലോ ഡ്വാർഫ് ഡിസീസ് നെഫോട്ടറ്റിക്സ്. അങ്ങനെ നിങ്ങൾ വായിച്ചിട്ട് മാക്സിമം സ്ഥിരമായിട്ട് കേൾക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാൻ നോക്കുക. ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചോൾ ട്രാൻസ്മിറ്റഡ് ബൈ IBPS വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരാണ്? ലീഫ് ഹോപ്പർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. ഹിഷിമോണാസ് ഫൈസിറ്റിസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ആണെന്ന് നിങ്ങൾ പഠിക്കണം കേട്ടോ. ആരാ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ചോദിക്കാം ഓരോ ക്രോപ്പില് ബ്രിഞ്ചോളിലെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ഏതാണ്, അല്ലെങ്കിൽ റൈസിലെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ഏതാണ്. ഗ്രാസി ഷൂട്ട് ഇൻ ഷുഗർ കെയിൻ കോസ്ഡ് ബൈ A വൈറസ്, B ഫൈറ്റോപ്ലാസ്മ, C സ്പൈറോപ്ലാസ്മ, D
വാസ്കുലർ ബാക്ടീരിയ, അങ്ങനെയൊക്കെ ചോദ്യം വരാം. ഓക്കെ, അതാണ് എക്സാമ്പിൾസ് പഠിക്കുമ്പോഴത്തെ നമ്മൾ എല്ലാ രീതിയിലും പഠിക്കണം. ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയന്റെ എക്സാമ്പിൾസ് ഏതാ പഠിക്കണം, അതിന് വല്ല വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതും പഠിക്കണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയണം കേട്ടോ. കോക്കനട്ടിലെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ഏതാന്ന് ചോദിക്കാം. ഏതാ കോക്കനട്ടിലെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ്? Root wilt. റൂട്ട് വിൽറ്റ്. അങ്ങനെ അപ്പൊ എല്ലാത്തിലും അപ്പൊ ഓരോ ക്രോപ്പിലും ഏതാണ് ഫൈറ്റോപ്ലാസ്മ ഡിസീസ് എന്ന് നിങ്ങൾ പഠിക്കണം. ചില പേരൊക്കെ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വൈറൽ ഡിസീസ് ആണെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകും. ഫോർ എക്സാമ്പിൾ യെല്ലോ ഡ്വാർഫ് ഡിസീസ് ഇൻ റൈസ്. നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ എങ്കിലും വരുമല്ലോ എക്സാം ടൈമിൽ, വൈറസ് ആണോ ഫൈറ്റോപ്ലാസ്മ ആണോ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഫൈറ്റോപ്ലാസ്മ ഡിസീസസ് അങ്ങനെ തന്നെ പഠിക്കണം. എക്സാമ്പിൾ പഠിക്കുക വളരെ important. ഇത് PSC വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈസിലെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ഏതാണ്? ഇതിൽ ഏതാ റൈസിലെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ്? യെല്ലോ ഡ്വാർഫ് ഡിസീസ് ആണ് റൈസിലെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ്. ഗ്രാസി സ്റ്റണ്ട് എന്ന് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നോ? ചെറുതായിട്ട് കൺഫ്യൂഷൻ വരും, കാരണം നമ്മൾ നേരത്തെ ഷുഗർ കെയില് ഗ്രാസി ഷൂട്ട് ഡിസീസ് ഫൈറ്റോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ റൈസിൽ ഗ്രാസി സ്റ്റണ്ട് വൈറസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. ബാക്കി 3 വൈറസ് ആട്ടോ, റൈസ് ടുംഗ്രോ, ഗ്രാസി സ്റ്റണ്ട്, റൈസ് റാഗ്ഡ് സ്റ്റണ്ട്. ഇത് 3 എന്താണ്, വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. യെല്ലോ ഡ്വാർഫ് ആണ് ഇതിലെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ്. ഓരോ ക്രോപ്പിലും ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ഏതാന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയണം. അതിന്റെ വെക്ടർ ഏതാ ചോദിച്ചാലും ചില സമയത്ത് സയന്റിഫിക് നെയിം അറിഞ്ഞിരിക്കണം. ഇനി സ്പൈറോപ്ലാസ്മ ഫൈറ്റോപ്ലാസ്മേനെ പോലെ തന്നെയാണ്. അപ്പൊ അതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. ഇവരും ഫൈറ്റോപ്ലാസ്മേനെ പോലെ വോൾ ഇല്ലാത്ത പ്രൊക്കാരിയോട്ട് ആണ്. വോൾ ഇല്ലാത്ത പ്രൊക്കാരിയോട്ട് ആയതുകൊണ്ട് അവര് പെൻസിലിനോട് സെൻസിറ്റിവിറ്റി കാണിക്കോ? ഇല്ല. എന്തുകൊണ്ടാ കാണിക്കാത്ത? പെൻസിലിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്താണ്? സെൽ വോളിലാണ് അവര് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സെൽ വോൾ ഇല്ലാത്ത ഫൈറ്റോപ്ലാസ്മയ്ക്കും സ്പൈറോപ്ലാസ്മയ്ക്കും പെനിസിലിൻ ആരുമല്ല. ഓക്കെ, അവരെ ബാധിക്കുന്ന ആൾക്കാർ നമ്മുടെ ബാക്കി ടെട്രാസൈക്ലിന്, ക്ലോറാംഫെനിക്കോൾ പോലെ മറ്റ് ആന്റിബയോട്ടിക്, അവരുടെ മോഡ് ഓഫ് ആക്ഷൻ പ്രോട്ടീൻ സിന്തസിസിലായതുകൊണ്ട് അവരെ ബാധിക്കും. പക്ഷെ പെനിസിലിൻ നമ്മുടെ കാര്യത്തിൽ ഒരു സീനല്ല. ഓക്കെ, പിന്നെ ഇവരുടെ പേര് സ്പൈറോപ്ലാസ്മ എന്നാണ്. സ്പൈറോ അത് അവരുടെ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് കാരണം, സെൽ വോൾ ഇല്ലെങ്കിലും ഇത് കൂടുതലും ഒരു ഹെലിക്കൽ ഷേപ്പ് ആണ് അസ്യൂം ചെയ്യാറ്. അതുകൊണ്ടാണ് അതിനെ സ്പൈറോപ്ലാസ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവര് ഫൈറ്റോപ്ലാസ്മയായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരെ ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. ഫൈറ്റോപ്ലാസ്മേനെ പറ്റില്ലായിരുന്നു, സ്പൈറോപ്ലാസ്മേനെ കൾച്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആർട്ടിഫിഷ്യൽ മീഡിയയിൽ കൾച്ചർ ചെയ്യുമ്പോൾ ഇവരൊരു ഫ്രൈഡ് എഗ് അപ്പിയറൻസ് ആണ് ഉണ്ടാക്കുക. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇവര് ഗ്രാം സ്റ്റെയിനിങ് നടത്തുമ്പോൾ ഗ്രാം പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കാറ്. ഓക്കെ, നമ്മൾ സാധാരണ ഫൈറ്റോപ്ലാസ്മ സ്പൈറോപ്ലാസ്മയ്ക്ക് ഒന്നും അങ്ങനെ ഗ്രാം സ്റ്റെയിനിങ് പറയാറില്ല, കാരണം അവർ സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ടെക്സ്റ്റിലൊന്നും അങ്ങനെ കാണാറില്ല. പിന്നെയും ചില ടെക്സ്റ്റില് സ്പൈറോപ്ലാസ്മേനെ ഗ്രാം പോസിറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ കൊടുത്തത് കേട്ടോ, ഗ്രാം പോസിറ്റീവ്. പിന്നെ ഇതില് 2 എക്സാമ്പിൾസ് ആണ് സ്ഥിരമായിട്ട് കേൾക്കുന്നത്, സിട്രസ് സ്റ്റണ്ട് ആൻഡ് കോൺസ്റ്റണ്ട്. സിട്രസ് സ്റ്റണ്ട് ഉണ്ടാക്കുന്നത് സ്പൈറോപ്ലാസ്മ സിട്രി, കോൺസ്റ്റണ്ട് ഉണ്ടാക്കുന്നത് സ്പൈറോപ്ലാസ്മ ക്വിൻക്കലി. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ എക്സാമ്പിൾസും അറിയുന്നതായിരിക്കും. ഡിസീസസ് കോസ്ഡ് ബൈ ഫാസ്റ്റിഡിയസ് ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ബാക്ടീരിയ. ടിയേഴ്സ് ഡിസീസും സിട്രസ് വേരിഗേറ്റഡും സൈലം ഇൻഹാബിറ്റിംഗ് ആയിരുന്നു. സിട്രസ് ഗ്രീനിങ്ങും പപ്പായ ബഞ്ചി ടോപ്പും ഫ്ലോയം ഇൻഹാബിറ്റിംഗ്. ഏസ്റ്റർ യെല്ലോസ് ആൻഡ് ലീതൽ യെല്ലോയിൻ ഫൈറ്റോപ്ലാസ്മ. സിട്രസ് ടബോൺ ആൻഡ് കോൺസ്റ്റന്റ് സ്പൈറോപ്ലാസ്മ. ഓക്കെ, എല്ലാത്തിന്റെ എക്സാമ്പിൾസ് പഠിക്കാം കേട്ടോ. ഇനി ഓർഗാനിസത്തിൽ നോക്കി നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വോൾലെസ് പ്രൊക്കാരിയോട്ട്. പ്രൊക്കാരിയോട്ട് ആണ്, വോൾ ഇല്ല. അപ്പൊ 2 ഓപ്ഷൻസ് വന്നു. സെക്കൻഡ് വൺ ക്യാൻ ബി കൾച്ചേർഡ് ഇൻ ആർട്ടിഫിഷ്യൽ മീഡിയ. ആർട്ടിഫിഷ്യൽ മീഡിയയിൽ കൾച്ചർ ചെയ്യാൻ പറ്റുന്ന ആളാരാ? സ്പൈറോപ്ലാസ്മയാണ് കൾച്ചർ ചെയ്യാൻ പറ്റുക. അങ്ങനെ കൾച്ചർ ചെയ്യുമ്പോൾ അതിനൊരു ഫ്രൈഡ് എഗ് അപ്പിയറൻസ് ഉണ്ടാവും, സ്പൈറോപ്ലാസ്മ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫിനിഷനും നിങ്ങൾ പഠിക്കണം കേട്ടോ. സാധാരണ ഫംഗസിന്റെയും ബാക്ടീരിയന്റെ ഒക്കെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ ഇതേപോലത്തെ ഓർഗാനിസത്തിന്റെ ഒക്കെ ഡെഫിനിഷനും പഠിക്കണം. എന്താണ് ബാക്കിയുള്ള ഒരു ഓർഗാനിസത്തിൽ നിന്ന് ഇവർക്കുള്ള ഡിഫറൻസ്, എന്നാലേ നമുക്കത് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പണ്ട് PSCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Both phytoplasma and spiroplasma are wall-less prokaryote and thus not sensitive to penicillin. Second one, both of them cannot be cultured in artificial media. ഇതിൽ ഏതാ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് വൺ മാത്രമേ കറക്റ്റ് ഉള്ളൂ. സെക്കൻഡ് വൺ എന്തുകൊണ്ട് കറക്റ്റ് ആവാത്ത? സ്പൈറോപ്ലാസ്മേനെ കൾച്ചർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. റൂട്ട് വിൽ ഡിസീസ് ഓഫ് കോക്കനട്ട് ആരാണ് ഉണ്ടാക്കുന്നത്?
Phytoplasma. Phytoplasma. ഫൈറ്റോപ്ലാസ്മയാണ്. അവരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരൊക്കെയാ? Lysine bugum, plant hopper. ബഗും പ്ലാൻ ഹോപ്പറും. അതിന്റെ സയന്റിഫിക് നെയിമും കൂടി പഠിക്കണം കേട്ടോ. സ്റ്റെഫാനിറ്റിസ് ടിപ്പിക്ക ആൻഡ് പ്രൊട്ടിസ്റ്റ മോയിസ്റ്റ. അരക്കനട്ടിലെ ചണ്ഡി രോഗ ഇസ് കോസ്ഡ് ബൈ അഗെയിൻ ഫൈറ്റോപ്ലാസ്മ. കർണാടകയിലൊക്കെ കാറ്റുവീഴ്ച എന്നുള്ള രോഗല്ലേ, അതിന് വിളിക്കുന്ന കന്നഡ ടേം ആണ് ചണ്ഡി രോഗ. അപ്പൊ അതും കൂടി ഓർത്ത് വയ്ക്കുക, അതും ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊക്കാരിയോട്ടിക് പാത്തജൻസ് തീർന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഈ 4 ഗ്രൂപ്പിനെ? ബാക്ടീരിയ, ഫാസ്റ്റിഡിയസ് വാസ്കുലാർ ബാക്ടീരിയ, സ്പൈറോപ്ലാസ്മ ആൻഡ് ഫൈറ്റോപ്ലാസ്മ. എങ്ങനെയാണ് അവരുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്? ആരൊക്കെയാണ് ഗ്രാം നെഗറ്റീവ്, ഗ്രാം പോസിറ്റീവ്, പിന്നെ വോൾ ഇല്ലാത്ത നമ്മുടെ ഈ 2 ഗ്രൂപ്പ്. എക്സാമ്പിൾസ്, വെക്ടേഴ്സ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടി ചോദിക്കാം. അടുത്ത ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിലേക്ക് മൂവ് ചെയ്യാണ് വൈറസ്. വൈറസ് എല്ലാവർക്കും അറിയാം, മീസോബയോട്ടിക് ഓർഗാനിസം ആണ്. സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല, ഒരു ലിവിങ് ഹോസ്റ്റിന്റെ ഉള്ളിൽ മാത്രമേ അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ അല്ലെ. സബ് മൈക്രോസ്കോപ്പിക് ആണ്. ജനറ്റിക് മെറ്റീരിയൽ ഒന്നെങ്കിൽ RNA ആവാം, അല്ലെങ്കിൽ DNA ആവാം. ഈ RNA തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആവാം, ഡബിൾ സ്റ്റാൻഡേർഡ് ആവാം. DNA തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആവാം, ഡബിൾ സ്റ്റാൻഡേർഡ് ആവാം. ഓക്കെ, എന്നാൽ ഇതിൽ കൂടുതലും പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന പ്ലാന്റ് പാത്തജനിക് ആയിട്ടുള്ള വൈറസിന്റെ പ്രത്യേകത എന്തായിരിക്കും? കൂടുതൽ മെമ്പേഴ്സും പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. എന്താ പോസിറ്റീവ് സെൻസ് RNA കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ RNA നമ്മുടെ മെസ്സഞ്ചർ RNA അല്ലേ, mRNA, അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവർക്ക് ഡയറക്ട്ലി ഒരു പ്ലാന്റിന്റെ ഉള്ളിലേക്ക് കടന്ന അവരുടെ ഹോസ്റ്റ് മെഷീനറി യൂസ് ചെയ്ത് പെട്ടെന്ന് അവർക്ക് വേണ്ട പ്രോട്ടീൻസ് ഒക്കെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെഗറ്റീവ് സെൻസ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു കോഡില്ലേ, നമ്മൾ അറിയാലോ, ആ കോഡ് കോംപ്ലിമെന്ററി ആയിരിക്കും mRNA-യോട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, അതിനെ ഒരു പാരന്റ് സ്ട്രാൻഡേർഡ് കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് mRNA സിന്തസൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ അവർക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവരുടെ ബേസിക് ഡിഫറൻസ്. എന്താണ്? പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണെങ്കിൽ അവരുടെ mRNA പോലെ തന്നെ ആയിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്താൽ മതി? നേരെ ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറുക, ഹോസ്റ്റിന്റെ മെഷീനറി ഉപയോഗിക്കുക, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക, അത്രേ പണിയുള്ളൂ. നെഗറ്റീവ് സെൻസിന് അങ്ങനെയല്ല. നെഗറ്റീവ് സെൻസിന് ഉള്ളിൽ കയറി ആദ്യം ആ സ്ട്രാൻഡ് ഉപയോഗിച്ച് പോസിറ്റീവ് സെൻസ് ഉണ്ടാക്കണം. പോസിറ്റീവ് സെൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. നെഗറ്റീവ് സെൻസ് ആൻഡ് പോസിറ്റീവ് സെൻസ്, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ മോസ്റ്റ് പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയ എങ്ങനെയാണ്? പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്ട്രാൻഡേർഡ് RNA ആണ്. ആ ഒരു ക്യാരക്ടർ ഓർത്ത് വെക്കുക കൂടുതൽ ആൾക്കാരും. എക്സാമ്പിൾസ്, ഇവർക്കൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും പുറത്ത്. ഉള്ളില് DNA അല്ലെങ്കിൽ RNA ആയിരിക്കും, പുറത്തൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. ഈ ക്യാപ്സിഡിന്റെ മോണോമറിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയർ. CAPSOMERE, ക്യാപ്സോമിയർ. ഓക്കെ, ഞാൻ PPT-യിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ ക്യാപ്സിഡും ഉള്ളിൽ ഈ ന്യൂക്ലിക് ആസിഡ് ഒക്കെ ഉള്ള വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു വൈറസ് പാർട്ടിക്കിൾ, അതിനെ വിളിക്കുന്ന പേരാണ് വിറിയോൺ. വിറിയോൺ, VIRION. അത് ഓർത്ത് വെക്കണേ. ചിലർ ഇത് വൈറോയിഡ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആയി പോവും. വൈറോയിഡും വിറിയോണും വേറെ തന്നെയാണ്. മെച്യൂർ വൈറസ് പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് വിറിയോൺ. വൈറസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റിസ് ആണ് കാണിക്കുന്നത്. ലിവിങ് ഹോസ്റ്റ് ഇല്ലാതെ അതിനൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്മിഷൻ പല രീതിയിലുണ്ട് അല്ലെ. സീഡ് ട്രാൻസ്മിഷൻ, പോളൻ ട്രാൻസ്മിഷൻ, പ്ലാന്റിംഗ് മെറ്റീരിയൽ ആവാം, ഗ്രാഫ്റ്റിംഗ് ആവാം. ഏറ്റവും കൂടുതൽ ഏതാണ്? ഇൻസെക്ട് വെക്ടേഴ്സ് വഴിയുള്ള ട്രാൻസ്മിഷൻ ആണ്. ഇൻസെക്ട് തന്നെ ആവണം നിർബന്ധമല്ല. ചില കേസസിൽ നെമറ്റോഡ്സ് ആവാം, ചിലപ്പോ ഫംഗസ് ആവാം അല്ലെ. അങ്ങനെ ഒരുപാട്. ഇനി ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മെച്യൂർ വൈറസ് പാർട്ടിക്കിൾ ഈസ് ടേംഡ് ആസ് വിറിയോൺ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, മോസ്റ്റ് പ്ലാന്റ് പാത്തജനിക് വൈറസസ് ആർ സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസസ്. ഇതിൽ ഏതാ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇനി ഇവരെ എപ്പോഴും നമ്മൾ വൈറസ് പഠിക്കുമ്പോൾ ഒരു 4 സയന്റിസ്റ്റുകളെ ഒപ്പം കൊണ്ടു നടക്കാറുണ്ട്. അവരെ പഠിക്കുക. അഡോൾഫ് മേയർ ആദ്യമായിട്ട് ടുബാക്കോ മോസൈക്ക് വൈറസ് കണ്ടുപിടിക്കുന്നത്, ഡിസ്കവർ ചെയ്യുന്നത് ഇയാളാണ്. പക്ഷെ അന്ന് അയാൾക്കത് വൈറസ് ഒന്നും അറിയില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു ഡിസീസ്, ആ ഡിസീസ് ഉണ്ടാക്കുന്ന പാത്തജൻ സാപ്പ് ട്രാൻസ്മിസിബിൾ ആണ് എന്നൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? അഡോൾഫ് മേയർ. ആദ്യമായിട്ട് വൈറസ് ഡിസ്കവർ ചെയ്തത് ആരാ ചോദിച്ചാലും അഡോൾഫ് മേയർ ആണ്. അദ്ദേഹത്തിന് അത് വൈറസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും കണ്ടുപിടിച്ചത് അയാളാണ് കേട്ടോ. സെക്കൻഡ് വൺ, ദിമിത്രി ഇവാനോസ്കി.
ഓക്കെ, അഡോൾഫ് മേയറിന് ശേഷം എല്ലാവരും വിചാരിച്ചിരുന്നത് അതൊരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആയിരിക്കും എന്നാണ്. പക്ഷെ ഇവാനോസ്കിയാണ് അങ്ങനെയല്ല, ആ ഓർഗാനിസം ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്ററിലൂടെയും പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇവാനോസ്കിയാണ്. ഓക്കെ, അതിനുശേഷം മാർട്ടിനസ് ബെയ്ജറിംഗ് ആണ് അതിനൊരു പെർട്ടിക്കുലർ ടേം ഒക്കെ കൊടുത്തത്. ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്ന അർത്ഥം വരുന്ന കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്നുള്ള ഒരു ടേം ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. കണ്ടേജിയം വൈവം ഫ്ലൂയിഡം അതൊരു ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് ആണെന്നൊക്കെ പറയുന്നത്. അതേപോലെ ഇദ്ദേഹത്തെ തന്നെയാണ് വൈറോളജിയുടെ ഫാദർ ആയിട്ടും പറയുന്നത്. നെക്സ്റ്റ് വൺ, WM സ്റ്റാൻലി വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഈ 4 സയന്റിസ്റ്റുകളുടെ പേര് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കാണാറുണ്ട്. അപ്പോൾ 4 പേരെയും പഠിക്കുക. ഇതല്ലാതെ ബാക്ടീരിയോഫേജസ് ഉണ്ട്. ആരാണ് ബാക്ടീരിയോഫേജസ്? ഐഡിയ ഉണ്ടോ? വൈറസ് ഇൻഫെക്ടിംഗ് ബാക്ടീരിയ. വൈറസ് ഇൻഫെക്ടിംഗ് ബാക്ടീരിയ ആണ് ബാക്ടീരിയോഫേജസ്. ഈ ബാക്ടീരിയോഫേജസിനെ ഡിസ്കവർ ചെയ്യുന്ന 2 സയന്റിസ്റ്റ് ആണ് ടോട്ട് ആൻഡ് ഡി ഹെറലെ. ഫ്രെഡറിക് ടോട്ടും ഫെലിക്സ് ഡി ഹെറലെയാണ് ആദ്യത്തെ വരെ ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, നമ്മള് എന്താ പറയാ, റൈസില് BLBക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ചാണകത്തെളി ഒഴിക്കണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? BLBക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. ചാണകത്തിന്റെ തെളി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിന് പെക്യുലർ ആയിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ കൊടുക്കുന്നതിന്? അത് ബാക്ടീരിയോഫേജ് റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. പിന്നെന്താ, നമ്പർ ഓഫ് ബാക്ടീരിയോഫേജസ് അതിനെ കൗണ്ട് ചെയ്തിട്ട് ഡിസീസ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് ഏത് ഡിസീസിലാന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതൊക്കെ ഈ റൈസിലെ BLBക്കൊക്കെ ഇതാട്ടോ. ഇറിഗേഷൻ വാട്ടറിലെ ബാക്ടീരിയോഫേജസിന് കൗണ്ട് എടുത്തിട്ട് ഡിസീസിന് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ടെന്നൊക്കെ. അതൊക്കെ എന്താ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്നുള്ളൂ, ജസ്റ്റ് ഓർക്കാം. പിന്നൊന്ന്, വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഒരു ന്യൂക്ലിക് ആസിഡ് ആണെന്ന് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗൈറർ ആൻഡ് ഷ്രാം. ഈ 2 സയന്റിസ്റ്റുകളാണ്. SRF വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ. ഗൈറർ ആൻഡ് ഷ്രാം ആണ് ആദ്യമായിട്ട് വൈറസസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഒരു ന്യൂക്ലിക് ആസിഡ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇത്രയും സയന്റിസ്റ്റുകളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഫൈറ്റോപ്ലാസ്മ, മൈക്കോപ്ലാസ്മ ലൈക്ക് ഓർഗാനിസം ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ഓർമ്മ ഉണ്ടോ? ആരായിരുന്നു? ഡോയിറ്റർ. ഫസ്റ്റ് പ്ലാൻ വൈറസ് ഹൂസ് ജീനോം ഈസ് കംപ്ലീറ്റ്ലി സീക്വൻസ്ഡ്. ആദ്യമായിട്ട് കണ്ടുപിടിച്ച പ്ലാൻ വൈറസ് ഏതാ? പറഞ്ഞോളൂ. കോളിഫ്ലവർ മൊസൈക് വൈറസ് ആണ് ആദ്യമായിട്ട് ജീനോം സീക്വൻസിങ് കംപ്ലീറ്റ് ചെയ്തത്. ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത വൈറസ് ചോദിച്ചാൽ ഏതാ പറയാ? ടുബാക്കോ മൊസൈക് വൈറസ് ആണ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത്. പക്ഷെ സീക്വൻസിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് കോളിഫ്ലവർ മൊസൈക് വൈറസിനെയാണ്. A serious viral disease transmitted by aphids in cardamom. കാർഡമത്തിലെ ഇമ്പോർട്ടന്റ് ഡിസീസ് ഏതാ? വൈറൽ ഡിസീസ്. കട്ടേ ഡിസീസ്. ഓക്കെ, ഇതന്നെ ഫൈറ്റോഫ്തോറ ഡിസീസ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഏതായിരിക്കും? അഴുകൽ ഡിസീസ്. ഓക്കെ, കസാവ മൊസൈക് ഡിസീസിന്റെ വെക്ടർ ആരായിരുന്നു? വൈറ്റ് ഫ്ലൈ ആണ് കസാവ മൊസൈക് ഡിസീസിന്റെ. സാധാരണ ജനറലി നമ്മളൊരു ജനറലൈസ് ചെയ്തിട്ട് പറയും ലീഫ് കേൾ ഡിസീസസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലൈ ആണ്, മൊസൈക് ഡിസീസസ് ഒക്കെ അഫീഡ എന്ന് പറയും. പക്ഷെ കസാവ മൊസൈക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലൈ തന്നെയാണ് കേട്ടോ. ബനാനയിലെ വൈറൽ ഡിസീസ് ഏതാ? ഇതൊക്കെ കുറെ മുന്നത്തെ PSC ക്വസ്റ്റ്യൻ ആട്ടോ. ഇത്ര എളുപ്പത്തിലൊന്നും ഇപ്പൊ ഒന്നും ചോദിക്കാറില്ലേ, എന്നാലും മുന്നത്തെ ആണല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒഴിവാക്കാതിരുന്നതാ. ഇതിപ്പോ കുറച്ച് റീസെന്റ് ആയിട്ട് വന്നൊരു പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. സിട്രസ് ട്രിസ്റ്റസ, പപ്പായ റിംഗ് സ്പോട്ട്, സിട്രസ് ഗ്രീനിങ്, പൈനാപ്പിൾ വിൽറ്റ് അസോസിയേറ്റഡ് വൈറസ്. ഇതിൽ വൈറൽ ഡിസീസ് അല്ലാത്ത ഡിസീസ് ഏതാ? സിട്രസ് ഗ്രീനിങ്. സിട്രസ് ഗ്രീനിങ്. അതിന്റെ ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് ആരായിരുന്നു? ഡൈഫോറിന സിട്രി. ഓക്കെ, അപ്പൊ C1 ആണ് അല്ലെ. ബാക്കിയൊക്കെ നോക്കി നോക്കൂ. സിട്രസ് ട്രിസ്റ്റസ ആരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നേ? ടോക്സോപ്റ്റെറ സിട്രസിഡ. ഓക്കെ, അപ്പൊ A4. പിന്നെ പപ്പായ റിംഗ് സ്പോട്ട് ആണെങ്കിൽ അഫിഡ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, മൈസസ് പെർസിക്കെ. സിട്രസ് ഗ്രീനിങ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഒരു സൈലന്റ് വെക്ടർ ആയിട്ടുള്ള ഡൈഫോറിന സിട്രി. പിന്നെ പൈനാപ്പിൾ വിൽറ്റ് അസോസിയേറ്റഡ് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു മീലി ബഗ് ആണ്, ഡിസ്മികോക്കസ് ബ്രേവിപ്പസ്.
ഇതിൽ സയന്റിഫിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് അത് ഓരോന്ന് എന്താന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. ഡൈഫോറിന സിട്രി ഒരു സൈലിഡ് വെക്ടർ ആണ്, ഡിസ്മിക്കോക്കസ് ഒരു മീലി ബഗ് ആണ്, മൈസസ് പെർസിക്കയും ടോക്സോപ്റ്റർ ഒക്കെ അഫിഡ്സ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ വെക്ടേഴ്സ് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് അല്ലെ. വൈറൽ ഡിസീസസ് ആണ്, ഒരുപാട് വൈറൽ ഡിസീസസ് ഉണ്ട്. വെക്ടേഴ്സ് പഠിക്കണം, അതേപോലെ സ്ട്രാൻഡഡ്നെസ്സും പഠിക്കണം. RNA ആണോ DNA ആണോ, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണോ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, അങ്ങനെ പല പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചേ പറ്റൂ. കാരണം അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഡയറക്ട്ലി വെക്ടേഴ്സ് ആരെന്ന് ചോദിക്കാം, വെക്ടേഴ്സിന്റെ ഗ്രൂപ്പ് അല്ലാതെ സയന്റിഫിക് നെയിം തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് സെൻസ് RNA വൈറസ് ഏതാണ്, നെഗറ്റീവ് സെൻസ് RNA വൈറസ് ഏതാണ്, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഏതാണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഏതാണ്, ഇതൊക്കെ ചോദിക്കാം. നമ്മളത് പഠിക്കണം. അപ്പോ ഇത് എല്ലാം കൂടി പഠിപ്പിച്ചിടാൻ പറ്റില്ല, നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഇരുന്ന് പഠിക്കുക. ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മള് ജെമിനി വിറിഡെ എന്നുള്ള ഫാമിലിയിൽ വരുന്ന, ജെമിനി വിറിഡെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ജെമിനി വിറിഡെ എന്നുള്ള ഒരു ഫാമിലിയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ബെഗോമോ വൈറസ്. ബെഗോമോ വൈറസ് ബീൻ ഗോൾഡ് മൊസൈക്ക് വൈറസിന് ഷോർട്ട് ആട്ടോ ബെഗോമോ വൈറസ്. ബെഗോമോ വൈറസിനൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലൈ ആയിരിക്കും. ജെമിനി വിറിഡയിൽ വരുന്ന ബെഗോമോ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലൈ ആയിരിക്കും. ഓൾമോസ്റ്റ് ലീഫ് കേൾസ് ഒക്കെ വരുന്നത് ഇവിടെ ആട്ടോ, അങ്ങനെ ഓർത്ത് വെക്കണം. നമ്മൾ കണക്ട് ചെയ്ത് ആദ്യം പഠിക്കുക, പിന്നെ എക്സെപ്ഷൻസ് ഒക്കെ കൂട്ടി കലർത്തി പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചില്ലി ലീഫ് കേള്, പപ്പായ ലീഫ് കേള്, ടൊമാറ്റോ ലീഫ് കേള് അല്ലെ, ഇവരൊക്കെ എന്താണ്, ഒരുപാട് എല്ലാ ലീഫ് കേൾസും വന്നു. അവരൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലൈ, ഡെമീസിയ ടബാസിയാണ്. ഇതിൽ തന്നെ ഒരു വേറൊരാൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ ബെൻഡിയിലെ യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ്. ഓക്കെ, യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസിനെ വൈറ്റ് ഫ്ലൈ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കസാവ മൊസൈക്കിനെ വൈറ്റ് ഫ്ലൈ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ലീഫ് കേൾസും, ബെൻഡിയിലെ യെല്ലോ വെയിൻ മൊസൈക്കും, കസാവ മൊസൈക്കും, ഇത്ര ആൾക്കാരെയും വൈറ്റ് ഫ്ലൈ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. പിന്നെ മെയ് സ്ട്രീക്ക് എന്നുള്ള ഒരു ഡിസീസ് ഉണ്ട്, അതും ജെമിനി വിറിഡയിൽ വരുന്ന തന്നെയാണ്, പക്ഷെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലീഫ് ഹോപ്പർ ആണ്. ഓക്കെ, മെയ് സ്ട്രീക്ക് ആണ്, ലീഫ് ഹോപ്പർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബനാന ബഞ്ചി ടോപ്പ്. ബനാന ബഞ്ചി ടോപ്പിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബനാന അഫിഡ്, പെന്റലോണിയ, നൈഗ്രോ നെർവോസ. ഇത്രയും എക്സാമ്പിൾസിന്റെ പ്രത്യേകത എന്താ, ഇവരൊക്കെ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA എക്സാമ്പിൾ ആട്ടോ. അപ്പൊ നിങ്ങൾ ടൈറ്റിൽ നോക്കി പഠിക്കുക. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വരുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ജെമിനി വിറിഡെ ഗ്രൂപ്പ്. ഓക്കെ, അതിൽ തന്നെ ലീഫ് കേൾസ് വരുന്നുണ്ട്, ബെൻഡിയിലെ യെല്ലോ വെൻ മൊസൈക്ക് വരുന്നുണ്ട്, കസാവ മൊസൈക്ക് വരുന്നുണ്ട്, ബനാന ബഞ്ചി ടോപ്പ് വരുന്നുണ്ട്. ഇത്രയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത് അല്ലെ, മെയ് സ്ട്രീക്ക് ഡിസീസ്. ഇവരൊക്കെ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ആരൊക്കെയാണ് വെക്ടേഴ്സ് പഠിക്കണേ. ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ അധികം എക്സാമ്പിൾ ഒന്നുമില്ല. എപ്പോഴും സ്ഥിരമായിട്ട് കേൾക്കുന്ന എക്സാമ്പിൾ നമ്മുടെ കോളിഫ്ലവർ മൊസൈക്ക് വൈറസ് ആയിരിക്കും. ഫസ്റ്റ് സീക്വൻസിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളല്ലേ, അപ്പൊ അയാളാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസിന് എക്സാമ്പിൾ. പോളിമോവിറിഡയിൽ വരുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അഫിഡ് ആണ്. ഓക്കെ, പിന്നെ റൈസിലെ ടുംഗ്രോ വൈറസ്. ടുംഗ്രോ വൈറസ് ആക്ച്വലി 2 വൈറസ് റെസ്പോൺസിബിൾ ആണ്. അതിൽ ഒരു വൈറസ് റൈസ് ടുംഗ്രോ ബസിലിഫോം വൈറസും ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ വരുന്ന ആളാണ്. ആരൊക്കെയാ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ വരുന്നത് പഠിക്കണം കേട്ടോ. പിന്നെ കൊക്കോലസ് വൊള്ളൻ ഷൂട്ട്, പൈപ്പർ യെല്ലോ മോട്ടൽ ഡിസീസ്. ഇത്രയും 4 ഗ്രൂപ്പാണ് ഇതിൽ വരുന്നത്, ഡബിൾ സ്റ്റാൻഡേർഡ് DNAക്ക് എക്സാമ്പിൾ വരുന്നത്. പിന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അതിലെ തന്നെ നെഗറ്റീവ് സെൻസിൽ വരുന്നതാണ് ടോസ്പോ വൈറസ്. ടോസ്പോ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് എന്ന് പറയുന്നത് ടോസ്പോ വൈറസ്. അപ്പൊ ടോസ്പോ വൈറസ് ഒക്കെ നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അപ്പൊ നെഗറ്റീവ് സെൻസ് ഏതാന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ടോസ്പോ എന്ന് കയറി വരണം. ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ്, ടോസ്പോ. ഗ്രൗണ്ടഡ് ബട്ട് നെക്രോസിസ്. അപ്പൊ ഇവര് രണ്ടുപേരും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രിപ്സ് ആണ്. അപ്പൊ വേണമെങ്കിൽ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, ട്രിപ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് ഏതാന്നും ചോദിക്കാം. ഒന്ന് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റും, മറ്റൊന്ന് ഗ്രൗണ്ടഡ് ബട്ട് നെക്രോസിസും. അതല്ലാതെ PGLP സ്റ്റെറിലിറ്റി മൊസൈക്കും നെഗറ്റീവ് സെൻസിലാണ്. പക്ഷെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ക്യാരക്ടറാണ് മൈറ്റ് ആണ്. ഒരു എറിയോഫിഡ് മൈറ്റ്, അസേറിയ കജാനി എന്നുള്ള ഒരു എറിയോഫിഡ് മൈറ്റ് ആണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ കാടമത്തിലെ വെയിൻ ക്ലിയറിംഗ് അല്ലെങ്കിൽ കൊക്കെ കണ്ടു എന്നുള്ള ഒരു ഡിസീസ് ഉണ്ട്, അതും ഇതിൽ വരുന്നതാണ്. അപ്പൊ ആരൊക്കെയാണ് നെഗറ്റീവ് സെൻസ് എന്ന് പഠിക്കണേ. മെയിൻലി നിങ്ങളുടെ മൈൻഡിൽ ടോസ്പോ വരണം. ആ ടോസ്പോ ഗ്രൂപ്പിൽ വരുന്ന 2 എക്സാമ്പിൾ ആണ് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റും ഗ്രൗണ്ടഡ് ബട്ട് നെക്രോസിസും. അവർ രണ്ടുപേരും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രിപ്സ് തന്നെയാണ്.
പിന്നെ PGNP സ്റ്റെറിലിറ്റി മൊസൈക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു മൈറ്റ് ആണ്, ഒരു ഇൻസെക്ട് അല്ല, ഒരു മൈറ്റ് ആണ് ട്രാൻസ്മിറ്റ്. പോസിറ്റീവ് സെൻസ് ഞാൻ പറഞ്ഞ തീരില്ല, കുറെ എക്സാമ്പിൾസ് വരുന്നുണ്ട്. നമ്മൾ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പോസിറ്റീവ് സെൻസ് ആണെന്ന് ഓർത്താൽ മതി. ഇപ്പോ റൈസ് ടു ഗ്രോ സ്പെരിക്കൽ വൈറസ്, പപ്പായ മൊസൈക്ക്, പൊട്ടാറ്റോ വൈറസ് എക്സ്, പൊട്ടാറ്റോ ലീഫ് റോള്, പൊട്ടാറ്റോ വൈറസ് വൈ, പപ്പായ റിംഗ് സ്പോട്ട്, ബനാന ബ്രാറ്റ്, കട്ടെ ഡിസീസ്, ടൊബാക്കോ മൊസൈക്ക്. അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ ബാക്കി എല്ലാതും പഠിച്ചാൽ ഏകദേശം ലെഫ്റ്റ് ഓവർ ആവുന്ന എക്സാമ്പിൾസ് ഒക്കെ പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാന്റ് പാത്തജനിക് വൈറസസിന് കൺസിഡർ ചെയ്ത കൂടുതൽ എക്സാമ്പിൾസ് ഉള്ളത് ഏതിനായിരിക്കും? പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. ഓക്കെ, അതിൽ നമ്മൾ പോട്ടിവിറിഡെ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, പോട്ടി വൈറസ്. ഈ പോട്ടി വൈറസ് ഒക്കെ ഇവിടെ ആയിട്ടാ വരുന്നത്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ, കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ, ഈ ഹൈലൈറ്റ് ചെയ്ത ഗ്രൂപ്പ്. ഒന്ന് ജെമിനി വിറിഡെ കേട്ടിട്ടുണ്ടാവും, പോളിമോ വൈറസ് ഒക്കെ അല്ലെ, ടോസ്പോ, അതേപോലെ പോട്ടി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളൊന്ന് പഠിക്കണേ, അതൊക്കെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന്. ഞാനിത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതായിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ വൈറ്റ് ഫ്ലൈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആരാണ്? വെക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അവരുടെ സ്റ്റാൻഡേർഡ്നെസ്, മെയിൻ സ്ട്രീക്കിന്റെ ഒക്കെ ചോദിച്ചത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA എക്സാമ്പിൾ ഏതാന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഈ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തൊക്കെ PSCക്ക് വന്നതാ. അപ്പൊ തന്നെ ഈ ടേബിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് ഈ വൈറസിന്റെ വെക്ടറും അതേപോലെ ഇവരുടെ സ്റ്റാൻഡേർഡ്നെസിന്റെ കാര്യത്തിലുള്ളൂ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് തന്നെ പഠിക്കണേ. അതേപോലെ മീലിബഗ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡിസ്മികോക്കസ് ബ്രെവിപ്പസ് ആരെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സിട്രസ് ട്രിസ്റ്റസ. ഓക്കെ, അങ്ങനെ ഹൈലൈറ്റ് ചെയ്തൊക്കെ പഠിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് ഗ്രൂപ്പ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്നുള്ളതുകൊണ്ട് വളരെ കുറച്ച് എക്സാമ്പിൾ ഉള്ളൂ, അത്ര കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഒന്നല്ല. ഒന്ന് റൈസ് റാഗ്ഡസ്റ്റൺ വൈറസ്, പിന്നെ വൂണ്ട് ട്യൂമർ വൈറസ്, ഫൈറ്റോറിയോ വൈറസ്. ഇവരൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, അതിൽ തന്നെ പോസിറ്റീവ് സെൻസ്, നെഗറ്റീവ് സെൻസ്, ഡബിൾ സ്റ്റാൻഡേർഡ് RNA, സിംഗിൾ സെൻസ്, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, ഡബിൾ സ്റ്റാൻഡേർഡ് RNA, പിന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNAയിൽ തന്നെ പോസിറ്റീവ് സെൻസ്, നെഗറ്റീവ് സെൻസ്. അപ്പൊ ഒരു 5 ഗ്രൂപ്പായിട്ട് നിങ്ങൾ എക്സാമ്പിൾ പഠിക്കണം. നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതായിരിക്കും, ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇനി ക്രോപ്സ് പറയുന്ന കൂട്ടത്തിൽ അപ്പൊ വൈറൽ ഡിസീസ് ഒക്കെ വരുമ്പോൾ ഈ ടേബിളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക കേട്ടോ. ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ ചിലര് ഫംഗൽ വെക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓൾറെഡി പറഞ്ഞതാണ്. ഫംഗസ് പഠിപ്പിച്ചപ്പോ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പ്ലാസ്മോഡിയോഫോറ ഗ്രാമിനിസ്, പോളിമിക്സ ഗ്രാമിനിസ് ആണ് എഴുതിയപ്പോ തെറ്റിപ്പോ, അതേ മാറ്റി തരാം. പോളിമിക്സ ഗ്രാമിനിസ്, വീറ്റ് മൊസൈക്, ബാർലി യെല്ലോ മൊസൈക് ആൻഡ് ഓട്ട് മൊസൈക്. ഫംഗയിലാണെങ്കിൽ ഓൾപീഡിയം ബ്രാസിക്ക, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് ലെറ്റ്യൂസ് ബിഗ് വെയിൻ, ടൊബാക്കോ നെക്രോസിസ്, ടൊബാക്കോ സ്റ്റെം. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാ ഫംഗസ് പഠിപ്പിച്ചപ്പോ. ലാസ്റ്റ് ഫാർമസിസ്റ്റിന്റെ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോൺ എൻവലപ്ഡ് പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ഏതാണ്? നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുമോ? അപ്പോ അന്ന് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നോ? B. Potato ഏതാ? viruses. B. അല്ലെ? ഓക്കെ, ബി ആണ് ആൻസർ. ഇപ്പൊ ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. കോളിഫ്ലവർ മൊസൈക് വൈറസ്, അവര് ഏതായിരുന്നു ഗ്രൂപ്പ്? ഡബിൾ സ്റ്റാൻഡേർഡ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിരുന്നു. മെയിൻ സ്ട്രീക്ക് വൈറസോ? Single standard DNA. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിരുന്നു. അപ്പൊ അതിൽ കൺഫ്യൂഷൻ അല്ലേ? അപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. ഇനി C ഓപ്ഷൻ നോക്കി നോക്കാം. ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ്, ടോസ്പോ, അത് ഏതിലാ വരുന്നത്? Negative sense RNA virus. നെഗറ്റീവ് സെൻസ് RNAയിലാണ് വരുന്നത്. ലെറ്റ്യൂസ് നെക്രോട്ടിക് യെല്ലോ, അത് നിങ്ങൾ ഓപ്ഷൻസിൽ കണ്ടിട്ടുണ്ടാവില്ല, കാരണം അത്ര കോമൺ അല്ലാത്തതുകൊണ്ടാണ്. അതും നെഗറ്റീവ് സെൻസിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആട്ടോ, ലെറ്റ്യൂസ് നെക്രോട്ടിക് യെല്ലോ. ഇനി B ഓപ്ഷൻ നോക്കി നോക്കാം. പൊട്ടാറ്റോ വൈറസ് എക്സും ടൊബാക്കോ മൊസൈക് വൈറസും, ഇവര് രണ്ടുപേരും പോസിറ്റീവ് സെൻസ് RNA ആണ്. പിന്നെ എൻവലപ്ഡ് അല്ല എന്നുള്ളത്, അതിപ്പോ ആ ഒരു നോൺ എൻവലപ്ഡ് എന്നുള്ള ടേം ഇല്ലെങ്കിലും ഓപ്ഷൻ DNA ആയിരിക്കും. ഇതിൽ എൻവലപ്ഡ് വൈറസസ് സാധാരണ പറയുക ഒന്ന് ടോസ്പോ വൈറസസ്, നേരത്തെ പറഞ്ഞില്ലേ ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റും ഗ്രൗണ്ട്നട്ട് ബഡ് നെക്രോസിസും. ടോസ്പോ വൈറസസ് എൻവലപ്ഡ് ആണ്.
പിന്നെ റാബ്ഡോ വൈറസ് എന്നുള്ള ഗ്രൂപ്പിൽ വരുന്ന വൈറസസും ആണ് സാധാരണ പറയുക. അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ലെറ്റ്യൂസ് നെക്രോട്ടിക് യെല്ലോ എന്ന് പറയുന്ന ആ ഒരു എക്സാമ്പിൾ. ഇവർ രണ്ടുപേരും ആക്ച്വലി എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസസ് ആണ്. പക്ഷെ അവർ ഒരിക്കലും പോസിറ്റീവ് സെൻസ് അല്ല, നെഗറ്റീവ് സെൻസ് ആണ്. അപ്പൊ നമ്മള് ഇതാ ഞാൻ പറഞ്ഞത് സ്ട്രാൻഡഡ്നെസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരുന്നു ഇപ്പൊ അടുത്തൊരു PSC സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, ഡബിൾ സ്റ്റാൻഡേർഡ് RNA, അങ്ങനെ 4 ഓപ്ഷൻസും മാച്ച് ചെയ്ത് അവരുടെ എക്സാമ്പിൾസും മാച്ച് ചെയ്യാനായിരുന്നു. അപ്പൊ വെക്ടേഴ്സ് മാത്രമായിരിക്കില്ല ചോദിക്കുക, ഇതേപോലെ സ്ട്രാൻഡഡ്നെസ് വെച്ചിട്ടും ചോദിക്കാം. അത് തന്നെ പോസിറ്റീവ് സെൻസ് ആണോ നെഗറ്റീവ് സെൻസ് ആണോ എന്നും കൂടി ഇപ്പൊ പഠിക്കണം. വെറുതെ RNA വൈറസ് ആണെന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പഠിക്കുക കേട്ടോ.